ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു ഷർട്ട് 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഷർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഷർട്ട് എന്ന് ഞാൻ പറയില്ല. കാരണം എന്താ ചോദിച്ചാൽ തുടക്കക്കാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ അതിനെങ്ങനെയാണ് തുണി മടക്കേണ്ടതെന്നുള്ളത് നോക്കി നോക്കാം. ഇതുപോലെ വക്ക് വരുന്നത് യൂണിഫോം പീസ് നമുക്ക് സ്കൂളിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഏത് തുണിക്കുണ്ടാവും ഇതുപോലെ ഒരു വക്ക് പോർഷന്. ആ വക്ക് ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വേണം ആദ്യം മടക്കി വെക്കാൻ. ഇതുപോലെ തുമ്പ് വരുന്ന ഭാഗം ഒരിക്കലും വെക്കരുത്. വക്ക് വരുന്ന പോർഷന് നമ്മൾ കറക്റ്റ് ചെയ്ത് മടക്കിയിട്ട് നമ്മളെ ഭാഗത്തേക്ക് വെക്കുക. ആ വക്കിൻ്റെ ഭാഗം വേണം നമുക്ക് ഷർട്ടിൻ്റെ ഫ്രണ്ട് പോർഷനായിട്ട് എടുക്കാൻ കേട്ടോ. ഷർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. ഈ വക്ക് ഭാഗം ഇതുപോലെ ഒരുമിപ്പിച്ച് വെക്കുക. അത് നമ്മളെ സൈഡിലോട്ട് വെക്കുക. അവിടെയാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ മുമ്പുള്ള ഭാഗം മാർക്ക് ചെയ്യൽ. ആ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ. അത് ഈ 2 വക്ക് അതെപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തുണി നല്ല നീറ്റായിട്ട് ഇട്ട് കൊടുക്കണം. കാണാമല്ലേ, 2 വക്ക് കറക്റ്റ് ചെയ്ത് വെക്കണം. ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ വക്ക് വരുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ കറക്റ്റ് തുണിക്ക് എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്താ പറയുക ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമുക്ക് ആ 2 വക്ക് വരുന്ന ഭാഗം നമ്മളെ പോർഷനിലോട്ടാണ് കേട്ടോ വരുന്നത്. കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് നോക്കിക്കോളൂ. കാണാല്ലേ, 2 വക്ക് നമ്മുടെ ഭാഗത്തേക്കാണ് വരുന്നത്. ഫുൾ ലെങ്ത് എത്രയാണ് വേണ്ടത് നമ്മൾ നോട്ട് ചെയ്യുക. എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ പോയിൻ്റ് ചെയ്യുക. അതിന് ശേഷം 2 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് നമ്മൾ എടുക്കുക. തയ്യൽ തുമ്പ് മീൻസ് അടി മടക്കി അടിക്കാൻ നമുക്ക് കൂടുതലായിട്ട് എടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു 2.5 ഇഞ്ച് ഇതുപോലെ പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഇറക്കം കറക്റ്റ് ചെയ്തിട്ട് ഇറക്കത്തിൻ്റെ കൂടെ 1 ഇഞ്ചോ 2 ഇഞ്ചോ നമുക്ക് എത്രയാണോ ആവശ്യം വരുന്നത് അതും കൂടി ആഡ് ചെയ്തിട്ട് 2.5 ഇഞ്ച് നമ്മളിതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗം ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക. 2.5 ഇഞ്ചാണ് കേട്ടോ നമ്മൾ പോയിൻ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ആ ഒരു ഭാഗം ഇതുപോലെ ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക. ഈ നെക്ക് വിടുത്ത് 2ാം ക്ലാസ്സിൽ പഠിക്കണ കുട്ടിയാണ്. അപ്പോൾ 2 ഇഞ്ചോ അതല്ലെങ്കിൽ 2.25 മതിയാവും. ഒരുപാട് എടുക്കരുതേ. അതുപോലെ നെക്ക് ലെങ്ത്ത് ഒരു 3.25 3.5. ഞാൻ ഇവിടെ 3.5 എടുത്തിട്ടുണ്ട്. ഞാൻ നെക്ക് വരക്കേണ്ട രീതി ഒന്ന് നോക്കിക്കോട്ടോ. ഒരുപാട് റൗണ്ട് ഷേപ്പിൽ നമ്മൾ നോർമൽ റൗണ്ട് കഴുത്ത് അടിക്കണ പോലെ അങ്ങനെ ഒരിക്കലും വരക്കരുത്. ജസ്റ്റ് ഒരു വി ഷേപ്പ് അല്ല യു ഷേപ്പ് അല്ല അതേപോലത്തെ ഒരു ടൈപ്പിൽ നമ്മൾ വരച്ചെടുക്കണം കേട്ടോ. ഒരുപാട് വൈഡാക്കി വരക്കരുത്. അങ്ങനെ വരക്കും തോറും എന്ന് വെച്ചാൽ ഒരുപാട് കഴുത്ത് കൂടുതൽ വരും. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്നത് കൈക്കുഴി ചെസ്റ്റ് പോയിൻ്റ് ചെയ്യാനുള്ള ഭാഗമാണ്. ആം റൗണ്ട് അതുപോലെ നമ്മുടെ വയറിൻ്റെ പോർഷൻ 11 ഇഞ്ചോ 11.5 ഇഞ്ച് നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗത്തേക്ക്. പിന്നെ ഏറ്റവും താഴത്താണ് കേട്ടോ പിന്നെ ഒന്ന് പോയിൻ്റ് ചെയ്യാനുള്ളത്. 5 ഇഞ്ചാണ് നമ്മൾ ആം റൗണ്ട് അതല്ലേ കൈക്കുഴീൻ്റെ ഭാഗം ചെസ്റ്റ് പോയിൻ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ചെസ്റ്റിൻ്റെ അളവ് എത്ര വരുന്നത് എന്നുള്ളത് നോക്കി നോക്കാം. 7 ഇഞ്ചാണ് കറക്റ്റ് കുട്ടിക്ക് ചെസ്റ്റ് അളവ് വേണ്ടത്. 7 ഇഞ്ച് കറക്റ്റ് അളവാണ് കേട്ടോ. തുമ്പ ആഡ് ചെയ്യാണ്ട് കറക്റ്റ്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഒരു 4 ഇഞ്ചാണ് കേട്ടോ ഞാൻ ഷോൾഡർ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് 4 ഇഞ്ച്. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കഴുത്ത് നെക്കിൻ്റെ പോർഷനിൽ നിന്ന് ആ ഒരു 1/2 ഇഞ്ചിലോട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം ചേരിച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. കറക്റ്റ് ജസ്റ്റ് 7 ഇഞ്ച് നമ്മൾ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ അതുപോലെ ആ ഒരു ചെരിവ് വന്നിട്ടുള്ള ഭാഗത്ത് ഇതുപോലെ ഷോൾഡർ ഭാഗം നമ്മൾ അതിലോട്ട് വരച്ചെടുക്കുകയാണ്. ഇനി ഷേപ്പിൻ്റെ ഭാഗം വേസ്റ്റിൻ്റെ ഭാഗം 6.5 ഇഞ്ച് കറക്റ്റ് അളവ് 6.5 ഇഞ്ചാണ് പോയിൻ്റ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് 6.5 ഇഞ്ച് അതിലോട്ട് അതുപോലെ വരക്കുകയാണ്. അതിനുശേഷം ഹിപ്പ് ഏറ്റവും അടിഭാഗം നമ്മൾ കറക്റ്റ് എന്താ പറയുക നീളം എത്ര വരുന്നത് അതിലെല്ലാം ഏറ്റവും ലാസ്റ്റിലാണ് കേട്ടോ പോയിൻ്റ് ചെയ്യണത്. 7 ഇഞ്ചാണ് ഇതുപോലെ പോയിൻ്റ് ചെയ്തിട്ടുള്ളത്. 16 ഇഞ്ചൊക്കെയാണ് നമ്മളെ ലെങ്ത്ത് വരുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തതിലാണ് ഞാൻ പോയിൻ്റ് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം അതുപോലെ നമ്മൾ ഫുള്ള് ഷേപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. കറക്റ്റ് അളവാണ് ഇത് വരുന്നത്. കറക്റ്റ് അളവാണ് ലൂസും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത്.
അതിനുശേഷം വരുന്ന ഈ ഒരു 1.5 ഇഞ്ച് എന്ന് പറയുന്നത് തയ്യൽ തുമ്പാണ് കേട്ടോ. പെൺകുട്ടികളുടെ ഷർട്ടല്ലേ, ഈ തയ്യൽ തുമ്പ് കാണാത്ത ടൈപ്പ് സ്റ്റിച്ചിങ് ഉണ്ട്. പക്ഷേ എനിക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ കുറച്ച് തയ്യൽ തുമ്പ് പെൺകുട്ടികളാകുമ്പോൾ വണ്ണം വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊന്ന് ബാക്കിലോട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. കൈക്കുഴി വരച്ചിട്ടുണ്ട്. കൈക്കുഴി വരക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ആം റൗണ്ട് വരക്കുമ്പോൾ ഇതതുപോലെ ആ ഒരു വരൻ്റെ ഉള്ളിലോട്ട് ജസ്റ്റ് ഒന്ന് പോയിൻ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒരു കുഴിച്ച് കട്ടിയണ പോലെ തന്നെ ഉള്ളിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ചെയ്ത് വരക്കുക. ഇതുപോലെ വരക്കുക കേട്ടോ. അതിന് ശേഷം കാണാല്ലേ 16 ഇഞ്ചാണ് നമുക്ക് പോയിൻ്റ് വരേണ്ടത്. ഇതാ ഇത്ര, അത് 2 ഇഞ്ച് എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി 1 ഇഞ്ച് ആവശ്യമുള്ളവർ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതല്ല 1.5 ഇഞ്ച് ഇറക്കത്തിൻ്റെ നീളത്തിൻ്റെ കൂടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കേട്ടോ. അത് ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. ഞാൻ അതും കട്ട് ചെയ്ത് കളയും. ഇതുപോലെ കഴുത്ത് കട്ട് ചെയ്യുക. അതുപോലെ ഷോൾഡർ ആ ചെരുവിൻ്റെ അതേ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം ഫുള്ളായിട്ട് കട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും മിക്സ്ഡ് ആയിട്ടാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്യണതും കട്ട് ചെയ്യണതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മിക്സ്ഡ് ആയിട്ടാണ്. ചില ആൾക്കാർക്ക് കൈ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെയാണ് കൈ കട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്കാണ് കാണിക്കുന്നത്. ഫുൾ കട്ട് ചെയ്തിട്ട് പിന്നെ ഫുൾ സ്റ്റിച്ച് ചെയ്തെടുക്കല്ല കേട്ടോ. ഓരോ പോർഷനും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടാണ് ഓരോ ഭാഗം കട്ട് ചെയ്ത് എടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ കൈക്കുഴിയൊക്കെ എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഫുള്ളായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ ഇനി ഫോൾഡ് വരുന്ന ഭാഗം, ബാലൻസ് വരുന്ന ഫോൾഡ് വരുന്ന ഭാഗം നമ്മൾ നമ്മുടെ സൈഡിലോട്ട് തിരിച്ച് വെച്ച ശേഷം ഒരു 1.5 ഇഞ്ച് ഇതുപോലെ താഴോട്ട് മാർക്ക് ചെയ്യാം. 1.5 ഇഞ്ച് കറക്റ്റ് ഇതുപോലെ താഴോട്ട് മാർക്ക് ചെയ്യാൻ നമ്മളെ കഴുത്തിറക്കാണ്, ബാക്കിൽ കഴുത്തിറക്കാണ് കേട്ടോ 1.5 ഇഞ്ച് വരുന്നത്. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പോർഷൻ ആ ഒരു 1.5 ഇഞ്ചിലോട്ട് കറക്റ്റ് വെച്ച് കൊടുക്കുക. കഴുത്തിൻ്റെ പോർഷൻ മാത്രം കറക്റ്റ് ചെയ്താൽ മതി കേട്ടോ. നെക്ക് വെടുത്ത് എത്രയാണോ നമ്മൾ മുമ്പിലെടുത്തിട്ടുള്ളത് ആ 2.25 ഇഞ്ച് തന്നെ ഇവിടെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ 1.5 ഇഞ്ചിൽ നമ്മൾ കഴുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. 4 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ വിടുത്ത് എടുത്തിട്ടുള്ളത്. ആ 4 ഇഞ്ച് നമ്മൾ മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് അതിലോട്ട് 1/2 ഇഞ്ച് ചെരിച്ചിട്ട് അതുപോലെ വരച്ച് കൊടുക്കുക. താഴെ എന്താ നമ്മൾ ഫസ്റ്റ് ഫ്രണ്ട് പോർഷനിൽ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് അതേ ലെവലിൽ തന്നെ നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൈക്കുഴി മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുക. കറക്റ്റ് ആ ഒരു കൈക്കുഴിയുടെ ഒപ്പം വരക്കാണ്ട് അതിനേക്കാളും കുറച്ചും കൂടെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ ബാക്കിലെ കൈക്കുഴി നമ്മൾ വരച്ച് കൊടുക്കാൻ. ഇതുപോലെ ഒന്നിങ്ങോട്ട് ബാക്കിലോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ ഒന്ന് വരച്ച് കൊടുക്കുക. അതിനുശേഷം ഈ 1.5 ഇഞ്ചിൽ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം 1/2 ഇഞ്ച് നമ്മൾ ചെരിച്ച് വരച്ചതിലൂടെ കട്ട് ചെയ്തിട്ട് ആ ഒരു ഫസ്റ്റത്തെ കൈക്കുഴിൻ്റെ ഒപ്പം കട്ട് ചെയ്യാണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. ബാക്കിയൊക്കെ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. കാണാമല്ലേ കൈക്കുഴിൻ്റെ പോർഷൻ അതിനേക്കാളും കുറച്ച് കൂട്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട്. ഈ സ്റ്റിച്ചിങ് കഴിഞ്ഞതാ ഈ ബാക്കത്തെ നെക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് ഇറങ്ങിയിട്ടാണ് കേട്ടോ കിടക്കുക. ഇതുപോലെ കുറച്ച് ഫ്രണ്ടിലോട്ട് തള്ളിയിട്ടാണ് കിടക്കുക. ഇതേപോലെ ഇനി കൈക്കുഴി കട്ട് ചെയ്യൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടാണ് കൈക്കുഴി കട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് മനസ്സിലാവും. ഒക്കെ ഒരുമിച്ചിട്ട് കട്ട് ചെയ്യണില്ല ഞാൻ. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഓരോ ഭാഗം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കോളർ വരുന്നതൊക്കെ ഓരോ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ വരുന്നത്. മിക്സ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മളിതാ ഇവിടെ പോയിൻ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി സ്റ്റിച്ചിങ് നോക്കിക്കോളൂ. നമുക്ക് എത്ര വീതിയാണോ വേണ്ടത് അതിനനുസരിച്ച് ബട്ടനും ഹോളും കൊടുക്കാനുള്ള ഒരു പോർഷനാണ്. അപ്പോൾ കറക്റ്റ് സെൻറ്റർ ഭാഗം, ഇതിൻ്റെ സെൻറ്റർ ഭാഗം ജസ്റ്റ് അതുപോലെ പോയിൻ്റ് ചെയ്തിട്ട് ആ സെൻറ്റർ ഭാഗത്തോട്ട് ഒരു മടക്കുക. അതിനുശേഷം ആ ഒരു കോൺ വരുന്നത്, കഴുത്തിൻ്റെ കോൺ വരുന്നത് നമ്മളിതാ ആ ഒരു 2.5 ഇഞ്ച് പോയിൻ്റ് ചെയ്ത് അതുവരെ മടക്കിയെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മടക്കുക. അതിനുശേഷം ഇതുപോലെ മടക്കി കൊടുക്കുക. പക്ഷെ അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വീതി കൂടുതൽ വരും അങ്ങനെ മടക്കുമ്പോൾ. അപ്പോൾ നമ്മൾ കറക്റ്റ് സെൻറ്റർ ഭാഗം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കറക്റ്റ് സെൻറ്റർ ഭാഗം നോട്ട് ചെയ്താൽ സെൻറ്ററിലോട്ട് ഒരു മടക്കുക. അതിനുശേഷം 2.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ കറക്റ്റ് പോയിന്റിലോട്ട് തന്നെ നമ്മളിതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുക. കുഞ്ഞിക്കുട്ടികൾ, ചെറിയ കുട്ടികൾ ഷർട്ടായതുകൊണ്ട് ഒരുപാട് വീതി വേണ്ട കേട്ടോ. എന്നാൽ തന്നെ അത് അത്യാവശ്യം വീതി വരുന്നുണ്ട്. ബട്ടൺസ് ഹോളും വെക്കണ ഈ ഒരു പോർഷന് ഇതുപോലെ മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക.
കാണാല്ലേ, തന്നെ അത്യാവശ്യം വീതി വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ആ രണ്ടിനുള്ളത് ഒരു 2 1/4 എടുത്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം വക്കിനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് വക്കിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഒരു പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്, സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ ഇനി ഈ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ബാക്ക് സൈഡ് നോട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം ബാക്ക് സൈഡിലോട്ടാണ് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുക. കാണാല്ലേ, ഇതുപോലെ വെച്ച് നോക്കാം. ബാക്ക് സൈഡിലോട്ട് ഇതാ ഫസ്റ്റ് മടക്ക് സെൻറ്ററിലോട്ട്, രണ്ടാമത്തെ മടക്ക് ആ ഒരു പോയിൻ്റ് 2.5 ഇഞ്ചിൻ്റെ ആ പോയിൻറ്റിൻ്റെ ഒപ്പം എത്തുന്ന രീതിയിൽ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ വീഡിയോ ഞാൻ വീണ്ടും പറയണം, അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള വീഡിയോ അല്ല കേട്ടോ. ഷർട്ട് ഒരുപാട് ടൈപ്പ് ഉണ്ട്, അത്രയും നീറ്റും കണ്ണിങ് ആയിട്ടുള്ള ഷർട്ട് സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ട്. ഇത് വീട്ടിൽ തുടങ്ങുന്ന ആൾക്കാർക്ക് കുറച്ച് ഭാഗങ്ങൾ അറിയാം, കുറച്ച് ഭാഗങ്ങൾ അറിയില്ല. കോളർ വെക്കാൻ അറിയാം, കൈക്കുഴി കട്ട് ചെയ്യാൻ അറിയുന്നില്ല. അങ്ങനത്തെ ഒക്കെ വീട്ടമ്മമാർക്ക് വീട്ടിൽ കുഞ്ഞു കുട്ടികൾ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഷർട്ട് അടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഐഡിയ ആണ് ഈ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഈ വീഡിയോയിൽ വീണ്ടും പറയാണ്. ഇനി ഏറ്റവും എളുപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 പട്ട മുകളിലോട്ട് കയറ്റി കൊടുക്കുക. ഇവിടെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ആ ഒരു കോൺ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ബട്ടനും ഹോളും വരുന്ന ഭാഗം ഇത് പരസ്പരം ഒന്ന് കയറ്റി കൊടുക്കുക. അതിനുശേഷം ഏറ്റവും വലിയ സ്റ്റിച്ചിലിട്ടിട്ട് നമ്മൾ ആ 2 കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് വെറുതെ ഒന്ന് അടിച്ചു കൊടുക്കുക. നമുക്ക് വളരെ എളുപ്പം ഫുള്ള് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടു. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട് പോർഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ബാക്ക് പോർഷനാണ്. നോർമലി നമ്മൾ എങ്ങനെയാണോ ഡ്രസ്സ് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നല്ല ഭാഗം ഒരുമിപ്പിച്ച് വെക്കുക. അതിനുശേഷം ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഫ്രണ്ട് ഭാഗം ഇതേപോലെ 2 പട്ട ഒരുമിച്ചിട്ട് ബട്ടനും ഹോളിൻ്റെ ഭാഗം ഒരുമിപ്പിച്ച് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ച് ഒരുപാട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നോർമലി നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ ശേഷം അത് അഴിച്ചെടുത്താൽ മതിയാവും. ഇതുപോലെ ഷോൾഡർ ജോയിൻറ്റ് കഴിഞ്ഞ ശേഷം ഇതുപോലെ അതിനൊരു മുകളടി കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ മുകളിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം, ബാക്ക് നെക്കിൻ്റെ ഭാഗത്തോട്ട് വേണം തയ്യൽ തുമ്പ് മാറ്റി വെച്ചിട്ട് ആ ഭാഗത്തോട്ട് വേണം കേട്ടോ സ്റ്റിച്ചിങ് പോവാൻ. കാണാണ്ടോ, എനിക്കൊന്നും കാണില്ല കാരണം ലൈറ്റിൻ്റെ എന്തോ ഒരു പ്രശ്നം കാരണം സ്റ്റിച്ചിങ് ഒന്നും കറക്റ്റായിട്ട് കിട്ടണില്ല. ഇതുപോലെ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. കറക്റ്റായിട്ട് ഓരോ പോയിൻറ്റും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അടിഭാഗം, ഷർട്ടിൻ്റെ അടിഭാഗം കറക്റ്റ് നോക്കുക. കാരണം കഴുത്തിൻ്റെ ഭാഗം നോക്കരുതേ, കാരണം കഴുത്ത് കുറച്ച് ഫ്രണ്ടിലോട്ട് ഇറങ്ങിയിട്ടാണ് വരിക. അടിഭാഗം കറക്റ്റാക്കി വെക്കുക. മുകളിൽ നമ്മൾ 14 ഇഞ്ച് പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. വയറിൻ്റെ ഭാഗം 6.5 ഇഞ്ചാണ് ഒരു സൈഡ് പോയിൻറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ 13 ഇഞ്ച് നമ്മൾ അവിടെ പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും താഴത്ത് ഹിപ്പിൻ്റെ ഭാഗത്ത് 7 ഇഞ്ചാണ് പോയിൻറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ഹിപ്പിൻ്റെ ഭാഗത്ത് 14 ഇഞ്ച് പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ചെസ്റ്റ് 14, വയറിൻ്റെ അവിടേക്ക് 13, ഏറ്റവും താഴത്ത് നമ്മൾ 14 ഇഞ്ച്. അതിനുശേഷം ഇറക്കം നോക്കിക്കൊള്ളു ഇനി എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത്. ഒരു 16, നമുക്ക് എത്രയാണോ ഇറക്കം ആവശ്യം അവിടെ നമ്മൾ പോയിൻറ്റ് ചെയ്യുക. ഇവിടെ 16 ഇഞ്ചിൽ ഞാൻ പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് 16 ഇഞ്ചിൽ തന്നെ പോയിൻറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അടിഭാഗം ഇതുപോലെ മടക്കി അടിക്കാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയണ്ട. നോർമലി ഇതുപോലെ ഒരൊറ്റ മടക്ക് നമ്മൾ മാക്സിൻ്റെ അടിയൊക്കെ മടക്കണ പോലെ മടക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു തയ്യൽ തുമ്പ് ജസ്റ്റ് അടിഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്താൽ മതി. ഞാൻ അടിഭാഗം റൗണ്ട് ഷേപ്പിലാണ് കൊടുക്കണത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ ഇതുപോലെ ഒന്ന് മാറ്റി അടിയിലേക്ക് വരച്ച ശേഷം മടക്കി കൊടുക്കണം. മടക്കി കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ചെരിച്ചിട്ട് മടക്കി കൊടുക്കുന്ന ആൾക്കാരാണ് ഈ കട്ടിങ്ങിൻ്റെ ആവശ്യം വരില്ല. ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ഷർട്ടിൻ്റെ അടിഭാഗം അടിക്കണത്. അപ്പോൾ അതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി നടു ഒന്ന് മടക്കി കൊടുത്ത ശേഷം ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു 17 ഇഞ്ചിലൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതുപോലെ റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട്. ഇത് പിനാഫോർ യൂണിഫോമിൻ്റെ ഉള്ളിലിടുന്ന ഷർട്ടാട്ടോ പെൺകുട്ടികളത്. അപ്പോൾ അടിഭാഗം കുറച്ച് ഇറക്കം, ഷർട്ട് കുറച്ച് ഇറക്കം കൂടിച്ചിട്ടോ കുറഞ്ഞു വെച്ചിട്ടോ അത്ര വലിയ പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ഷർട്ടിൻ്റെ അടി കട്ട് ചെയ്യുന്നത്. അല്ലാത്തവർക്ക് അങ്ങനെ തന്നെ കട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. ആ ഒരു മടക്കിയിട്ട് തന്നെ കട്ട് ചെയ്യുന്നവർക്ക് അത് മതിയാവും. ഇനി കൈയാണ്. കൈയിലുള്ള തുണി നമുക്ക് സ്കൂളിൽ നിന്ന് കറക്റ്റായിട്ട് ഒരുപാട് തുണി കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എല്ലാ തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. 2 ഫോൾഡ് വരുന്ന രീതിയിൽ നമുക്ക് എങ്ങനെയാണോ തുണി കിട്ടുന്നത് അതുപോലെ ഒരു പീസ് എടുക്കുക. സെൻറ്റർ ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക. എല്ലാവർക്കും ഈ കൈ കട്ട് ചെയ്യുന്ന അവിടെയാണ് ഭയങ്കര ഡൗട്ട് വരില്ല. വളരെ എളുപ്പത്തിൽ കൈ കട്ട് ചെയ്യാൻ പറഞ്ഞു തരാം.
ഞാൻ വീണ്ടും പറയണം, എല്ലാ ഡ്രസ്സിനും സെറ്റ് ആവില്ല കേട്ടോ. ഓരോ ഡ്രസ്സിനും ഓരോ മാറ്റമുണ്ട്. ഇതാണ് കുഞ്ഞു കുട്ടികളുടെ ഷർട്ടാണ്, ലൂസിലിടുന്ന ഷർട്ടാണ്, നല്ല ഫിറ്റായിട്ട് ഇടുന്നതല്ല. അതോട്ടാണ് ഇങ്ങനത്തെ ഒരു ഐഡിയ പറഞ്ഞു തരുന്നത്. 2 ഇഞ്ച് താഴെ നിന്ന് മുകളിലോട്ടാ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് കൈൻ്റെ അടിഭാഗം മടക്കി അടിക്കാനാണ് കേട്ടോ ഈ 2 ഇഞ്ച്. എനിക്ക് കൈ എന്ന് പറഞ്ഞാൽ ഒരു 5 ഇഞ്ചൊക്കെ മതി. ഒരു 1/2 ഇഞ്ച് കൂടി തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. കൈക്കുഴിൻ്റെ അവിടെ ജോയിൻറ്റ് ചെയ്യണം, അവിടെ ഒരു 1/2 ഇഞ്ച് പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2 ഇഞ്ച് താഴോട്ട് വെക്കുക. ഇനി നിങ്ങൾ ആ തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്തിട്ടാണ് പോയിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2.5 ഇഞ്ച്, അതല്ല താഴത്തു നിന്നാണെങ്കിൽ 2 ഇഞ്ച്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇത് അതുപോലെ വരച്ച് കൊടുക്കുക. അതിന് കണക്കൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വരച്ചാൽ മതി നമുക്ക് ആ ലൈന് കിട്ടാൻ വേണ്ടിയിട്ട്. കറക്റ്റായിട്ട് പോയിൻ്റുകൾ നോക്കുക. ഇനി ഷർട്ടിൻ്റെ കൈക്കുഴി കാണാണ്ടോ, ഈ കൈക്കുഴി നമ്മൾ കറക്റ്റ് എത്രയാണ് കൈ നമ്മൾ പോയിൻ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്യരുത് കേട്ടോ. കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ഫസ്റ്റ് കറക്റ്റ് ആ കുട്ടിയുടെ ചെസ്റ്റിൻ്റെ അളവ് എവിടെയാണോ അവിടെ വരെ ഒരു പോയിൻ്റ് ചെയ്യാം. അതിനുശേഷം അതിലോട്ട് ഈ ഒരു ഷേപ്പിൽ റാ ഷേപ്പിൽ തന്നെ നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുക. അതിനുശേഷം 1.5 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത്. ആ തയ്യൽ തുമ്പ് ജസ്റ്റ് ഒന്ന് അതുപോലെ താഴോട്ട് ഒരു വളവിൽ ഇതുപോലെ കൊടുക്കുക. അതിനുശേഷം 1/2 ഇഞ്ച് ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് പോയിൻറ്റും. അതിനുശേഷം അടിഭാഗം നമ്മളിത് അതുപോലെ ഉള്ളിലോട്ടോ മുകളിലോട്ടോ എങ്ങനെയാണോ അതുപോലെ മടക്കി കൊടുക്കുക. അതിനുശേഷം 4.5 ഇഞ്ചാണ് കേട്ടോ കൈൻ്റെ അടിഭാഗത്ത് വീതിനായി എടുത്തിട്ടുള്ളത്. 4.5 ഇഞ്ച് ഇതുപോലെ പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1.5 ഇഞ്ച് മാറ്റി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ എളുപ്പമാണ് കേട്ടോ കൈക്കുഴി മാർക്ക് ചെയ്യാൻ. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കാണല്ലേ, ഇതുപോലെ മടക്കി കൊടുത്ത ശേഷം കട്ട് ചെയ്തെടുക്കുക. എക്സ്ട്രാ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ല, അതിലൂടെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കണത്. ഇതുപോലെ കട്ട് ചെയ്യാം. അതിനുശേഷം കൈ നിവർത്തി വെക്കുക. ഇപ്പോൾ അവിടെ ചെറിയൊരു പോയിൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ വരെ നമുക്ക് കൈൻ്റെ കറക്റ്റ് അളവ് വരുന്നത് കേട്ടോ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ. ഇനി ഷർട്ടിൻ്റെ കൈക്കുഴി അതുപോലെ ഈ കട്ട് ചെയ്ത് വെച്ച കൈ ഉണ്ടല്ലോ അത് കറക്റ്റാണോ നോക്കി വെക്കുക. ഇതുപോലെ വെച്ച് നോക്കുക. ഒരു പൊടിക്ക് മാറ്റം വരുന്നുണ്ട്, ഒരു ലേശം മാറ്റം വരുന്നുണ്ട്. അത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കൈ കട്ട് ചെയ്യാൻ കേട്ടോ. ഷർട്ടൊക്കെ കട്ട് ചെയ്യുക, അതുപോലെ കുഞ്ഞു കുട്ടികളെ കുഞ്ഞു ഡ്രസ്സൊക്കെ അതിൻ്റെയൊക്കെ കൈ കട്ട് ചെയ്യുമ്പോൾ അതങ്ങനെ ചെയ്താൽ മതി. കുപ്പായം കട്ട് ചെയ്തിട്ട് ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത ശേഷം നമ്മൾ കൈ കട്ട് ചെയ്താൽ മതി. അതിനുശേഷം അതുപോലെ ആ പോയിന്റിൽ നമ്മൾ മടക്കി കൊടുക്കുക. മടക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് മടക്കം നമ്മൾ വരച്ചേക്ക്, അതുപോലെ ആ പോയിന്റ് ചെയ്തേക്ക്. അതിനുശേഷം അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി മറ്റേ കൈയും കൂടെ നമ്മളിത് അതുപോലെ ബാക്ക് സൈഡ് നോക്കുക. കറക്റ്റ് ആ ഒരു അളവ് നോക്കുക, പോയിന്റ് കറക്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം എത്രയാണോ നമുക്ക് കൈ ആവശ്യം അതിനനുസരിച്ച് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഇനി രണ്ടും ഒന്ന് മടക്കി കൊടുത്തിട്ട് കറക്റ്റ് അളവാണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ മടക്കി കൊടുക്കുക. അതിനുശേഷം രണ്ടളവും കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഷർട്ടിൻ്റെ കൈക്കുഴി ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി നോക്കുക, കറക്റ്റാണ് കേട്ടോ. ഇനി കൈയെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് 2 മാറ്റങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഒരു വീഡിയോയിൽ തന്നെ എല്ലാം കൂടി ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതുപോലെ ചെയ്താൽ മതി. ഇത് നോർമലി നമ്മളെല്ലാ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യണ പോലെ ജസ്റ്റ് വെച്ചിട്ട് കൈയും അതുപോലെ തന്നെ ഷർട്ടും ജോയിൻ്റ് ചെയ്തെടുക്കുക. നോർമലി തയ്യൽ തുമ്പൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലത്തെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്താലും മതി. വളരെ എളുപ്പമാണ്. നമ്മുടെ കൈ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്, വളരെ എളുപ്പമാണ്. ഇനി ചിലപ്പോൾ എന്താ പറയുക, നൂലൊക്കെ ഒരുപാട് പോരുക, പിന്നിന് പോരുന്ന തുണിയൊക്കെയാണ്, തയ്യൽ തുമ്പ് കാണാൻ പാടില്ല, ഓവർലോക്ക് മെഷീനില്ല. അപ്പോൾ എങ്ങനെയാണ് അത് വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് ഒന്ന് നോക്കിക്കോളൂ. ഇതുപോലെ ആ 1/2 ഇഞ്ച് ഉണ്ടല്ലേ നമ്മൾ പോയിൻ്റ് ചെയ്തെന്നല്ലോ, ഒരു 1/2 ഇഞ്ച്. 1/2 ഇഞ്ച് നമ്മൾ ജസ്റ്റ് അതുപോലെ ഒന്ന് കൈയിൻ്റെ ഫുൾ റൗണ്ട് നമ്മളൊന്ന് വരച്ച് കൊടുക്കുക. അതിനുശേഷം ആ ഒരു പോയിന്റിലോട്ട് നമ്മൾ ഷർട്ടിൻ്റെ തുണി വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്ത ശേഷം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഫുഡ് സൈഡ് ആ ഷർട്ടിൻ്റെ തുണീൻ്റെ വക്കിന് വരാൻ മാക്സിമം ശ്രദ്ധിക്കുക. അതിനുശേഷം ഫുൾ റൗണ്ട് വലിക്കരുത് കേട്ടോ, ഒരു പോർഷനും വലിച്ചു കൊടുക്കരുതേ. നമ്മളിതുപോലെ നീറ്റാക്കിയിട്ടിട്ട് ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റായിട്ടോ നോക്കി നോക്കൂ, ആ വരയുടെ ഒപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഈ കയ്യിൻ്റെ എക്സ്ട്രാ വരുന്ന ആ ഒരു പോയിൻ്റ് നമ്മൾ മടക്കി കൊടുക്കുക. അടുത്തുനിന്ന് നോക്കിക്കോളൂ കേട്ടോ. 1/2 ഇഞ്ച് നമ്മൾ മാറ്റി കൊടുത്തിട്ടില്ലേ, ആ ഒരു പോയിൻ്റ് നമ്മളിതാ ഇതുപോലെ ഒന്ന് മടക്കുക, വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുക.
ജസ്റ്റ് ഇതാ ഇതുപോലെ ഇട്ട ശേഷം ഒന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഷർട്ടിൻ്റെ ആ ഒരു എന്താ പറയുക പോർഷനും അതുപോലെ കൈയിൻ്റെ ആ ഒരു പോർഷനും രണ്ട് ഭാഗത്തേക്ക് വലിച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ, രണ്ട് സൈഡിലോട്ട്. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിലത്തെ തുണി കുറച്ച് പ്രശ്നമായിട്ട് നിൽക്കും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക. ഇനി ഉള്ളിലത്തെ ചെറിയ ചെറിയ ചുളിവ് നിങ്ങൾ നോക്കണ്ട. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫൂട്ട് സൈഡ് നമ്മൾ ഫസ്റ്റ് തുന്നിയ പോയിന്റ് നമുക്ക് അവിടെ കാണാൻ കഴിയും. ആ ഫൂട്ട് സൈഡ് നമ്മൾ ഫസ്റ്റ് തുന്നിയ ആ പോയിന്റിലോട്ട് തന്നെ വരാൻ ശ്രദ്ധിക്കുക. അത് നല്ല സൈഡിലോട്ട് എടുത്ത് കാണിക്കും. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ചെറിയ വളവും തിരിവൊക്കെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ തുണി പിന്നിന് കിടക്കുന്നുണ്ട്, പക്ഷേ ഈ സൈഡ് നീറ്റായിട്ടാണ് കിടക്കണത്. കാണാണ്ടോ? തയ്യൽ തുമ്പ് ഒട്ടും കാണാണ്ട് അത്രയും നീറ്റായിട്ട് നമ്മളിതാ കൈ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സൈഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം തുമ്പ് ഒരുപാട് പുറത്തോട്ട് കണ്ടിട്ടാണ്. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ സ്റ്റിച്ച് അഴിച്ചിട്ട് മറ്റേ സൈഡ് ചെയ്ത അതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഈ ഒരു എന്താ പറയുക കൈ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കറക്റ്റ് 1/2 ഇഞ്ചിൽ നമ്മൾ കറക്റ്റായിട്ട് പോയിൻ്റ് ചെയ്യുക. 1/2 ഇഞ്ചിൽ കറക്റ്റ് പോയിൻ്റ് ചെയ്യുക. അതിനുശേഷം ആ ഒരു പോയിന്റിൽ നമ്മളിതാ ഈ ഒരു തുണി കറക്റ്റ് വെച്ച് കൊടുക്കുക. അതിനുശേഷം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു തുണിയുടെ ഫൂട്ട് സൈഡ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ. തയ്യൽ തുമ്പ് കുറച്ച് വേണം കേട്ടോ, ഒരുപാട് വേണ്ട. ഇതുപോലെ ആ ഒരു ഫൂട്ട് സൈഡ് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കാണാണ്ടോ എല്ലാ പോയിൻറ്റും കറക്റ്റാണ്. അതിനുശേഷം നിവർത്തി വെക്കുക. ഈ ഒരു വക്ക് മടക്കി കൊടുക്കുക. ആ ഒരു പോയിന്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത പോയിന്റ് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു സ്റ്റിച്ചിങ് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഒരു ഫുഡ് സൈഡ് ആ സ്റ്റിച്ചിൻ്റെ ഒപ്പം വരാനും ശ്രദ്ധിക്കുക. വേറെ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ഇനി ഉള്ളിൽ നമ്മൾ മടക്കി കൊടുക്കുന്ന ഭാഗം കുറച്ച് ചുളിവ് വരിക അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. സ്റ്റിച്ചിങ് ആ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ പോയിന്റ് കറക്റ്റ് ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ കറക്റ്റാക്കി ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ വീട്ടിലടിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ശരി, ആർക്കാ ശരിക്കും സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ കിട്ടുന്ന ചാൻസാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഈ ടൈപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് പഠിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. കാണാല്ലേ, ഇതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ചിങ് കിട്ടും. ഇപ്പം നമ്മൾ 2 കൈയും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കാണാണ്ടോ കൈക്കുഴി ആ ഒരു ഷർട്ടിൻ്റെ ഭാഗത്തെയും കൈയിൻ്റെ ഭാഗത്തെയും കറക്റ്റ് പോയിൻ്റ് ഒരേ ലെവലിൽ കിട്ടിയിട്ടുണ്ട്. ഇനി 4.5 ഇഞ്ച് നമുക്ക് എവിടെയാണോ അതൊന്ന് പോയിൻ്റ് ചെയ്യാം. അതിനുശേഷം ഫുൾ ഷേപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. എപ്പോഴും 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഫുൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ വീണ്ടും പറയാണ്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മാക്സിമം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഷർട്ട് ഒട്ടും സ്റ്റിച്ചിങ് അറിയാത്ത ആൾക്കാർക്ക് വളരെ യൂസ്ഫുള്ളാവും തോന്നുന്നു ഈ വീഡിയോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് കട്ട് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ആ കട്ടിങ്ങിൻ്റെ ഒപ്പം ഓരോ ഭാഗം എത്തിക്കൊള്ളുന്നില്ല. ഇതിപ്പോൾ എന്താ വെച്ചാൽ കൈ ആയാലും ശരി കോളറായാലും ശരി ഓരോ ഭാഗം സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടാണ് പിന്നെ മാർക്ക് ചെയ്യണതും കട്ട് ചെയ്യണതൊക്കെ. അപ്പോൾ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കേട്ടോ. വീഡിയോ ഒരുപാട് ലെങ്ത്താണ്, പക്ഷേ അതൊന്നും നോക്കണ്ട. സ്റ്റിച്ചിങ് തുടക്കക്കാർക്ക് ഒരുപാട് യൂസ്ഫുള്ളാവും വീഡിയോ ഫുൾ കാണാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഇതിൽ വരാനുണ്ടെങ്കിൽ മെസ്സേജ് വഴി അറിയിക്കുക. എനിക്കറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഇതുപോലെ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള തയ്യൽ തുമ്പ് ബാലൻസ് ചെയ്തിട്ട് ഫുൾ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗം തയ്യൽ തുമ്പ് കാണാതെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് എനിക്കൊരാൾക്ക് കൊടുക്കാനുള്ളതാണ്. അവർ തയ്യൽ തുമ്പ് ഇടണം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് ഭാഗം നമ്മൾ പൊട്ടിച്ച് കൊടുത്തിട്ട് അടിഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ നല്ല വീതിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഞാനിത് കൊടുക്കേണ്ട ഷർട്ടായത് കൊണ്ട് ഒരു റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഷർട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കോളറാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. ഇത് നോർമലി പിനാഫോർ യൂണിഫോം എന്ന് വെച്ചാൽ പെറ്റിക്കോട്ട് ടൈപ്പ് ഡ്രസ്സിൻ്റെ ഉള്ളിലിടുന്ന ഷർട്ടാണ്. അപ്പോൾ അത് ഈ ഒരു ടൈപ്പൊക്കെ സ്റ്റിച്ച് ചെയ്താൽ മതിയാവും. ഷർട്ട് ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ. ഒരു ഭാഗം തയ്യൽ തുമ്പ് കാണാണ്ട് ബാക്കിലൊരു പീസൊക്കെ വെച്ചിട്ട് കഴുത്തിൻ്റെ പോർഷനിൽ അങ്ങനെയൊക്കെ ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട്. ഇത് നോർമലി വളരെ എളുപ്പത്തിൽ സ്റ്റിച്ചിങ് കുറച്ചറിയില്ല അങ്ങനെയൊക്കെ വീട്ടിൽ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് യൂസ്ഫുള്ളാവും. ഇപ്പം നമ്മുടെ ഷർട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല സൈഡിലോട്ട് ഇട്ട് കൊടുക്കാം. കാണാമല്ലേ, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കോളർ മാത്രമേ സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളൂ. ഇനി നമുക്ക് ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞല്ലോ. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ അളവളൊക്കെ നോക്കിക്കോട്ടോ. 16.5 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. ഇനി ലെങ്ത്ത് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല.
അതുപോലെ ചെസ്റ്റ് 14 ഇഞ്ച് വരുന്നുണ്ട്, 13 ഇഞ്ച് വയറ് വരുന്നുണ്ട്, 14 ഇഞ്ച് ഹിപ്പ് വരുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ കൈൻ്റെ അളവൊക്കെ കറക്റ്റാണോ നോക്കി നോക്കുക. അതുപോലെ തന്നെ നെക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്കിലോട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടാണ് കിടക്കുന്നുണ്ടാവുക. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം, പൊട്ടിച്ചെടുക്കാം. ഇത് വലിയ സ്റ്റിച്ചിലിട്ട് അടിക്കണം ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാണ്, കാരണം എല്ലാ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ നമുക്കത് പൊട്ടിച്ചെടുത്താൽ മതിയാവും. മറ്റേത് നമുക്ക് ഒരുപാട് എന്താ പറയുക, അളവൊക്കെ വരക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം അളവ് വരക്കാൻ. ഇതാകുമ്പോൾ വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് കോളറിൻ്റെ അളവ് നോക്കാം. ഇതുപോലെ കറക്റ്റ് ഫുൾ റൗണ്ട് കോളർ എത്രയാണ് വേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു 14.1 പുള്ളി, അതിലേക്ക് 2 പുള്ളി അത്രേ വരുന്നുള്ളൂ കേട്ടോ. കറക്റ്റ് നോക്കി നോക്കുക. 14.1 പുള്ളി എക്സ്ട്രാ വരുന്നുണ്ട്. 14.4 എടുത്താലും കുഴപ്പമില്ല. ക്യാൻവാസ് എടുക്കുക. മാക്സിമം തുണിയുടെ ക്യാൻവാസാണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ സുഖമാവും കേട്ടോ. കോളറൊക്കെ സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനും അയൺ ചെയ്യാൻ ഇസ്തിരി ചെയ്യാനാണെങ്കിലും ഒക്കെ തുണിയുടെ ക്യാൻവാസാണെങ്കിൽ കുറച്ചുകൂടെ സുഖമാവും. 7 ഇഞ്ചും അതുപോലെ ഒരു പുള്ളിയൊക്കെ ജസ്റ്റ് പോയിൻ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. 14.2 പുള്ളിയൊക്കെ വരുന്നത്. ഒരു 3/4 ഇഞ്ച് വീതിയാണ് ഞാനിവിടെ എടുക്കുന്നത്. 3/4 ഇഞ്ച് കറക്റ്റ് പോയിൻ്റ് ചെയ്യുക. അതിലോട്ട് ഇതാ കറക്റ്റായിട്ട് സ്കെയിൽ വെച്ച് വരക്കണം കേട്ടോ. അതിന് ശേഷം ഒരു റൗണ്ട് ഷേപ്പ് ഇട്ട് കൊടുക്കുക. അതിന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് വെച്ചിട്ട് കുഴപ്പമില്ല, ചതുരത്തിൽ അയച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒക്കെ ഡിസൈനാണ്. അതിന് ശേഷം അതുപോലെ ഒരു 1.5 ഇഞ്ചിൽ 1 പോയിൻ്റ് ചെയ്യുന്നുണ്ട്. 1.5 ഇഞ്ച് ഒരു 3/4 ഇഞ്ചോ അതല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചോ ബാക്കിലോട്ടും പോയിൻ്റ് ചെയ്യുക. അതിന് ശേഷം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് നമ്മളിതുപോലെ സ്ക്വയർ ആക്കി എടുക്കുക. 1.5 ഇഞ്ച് എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, കുഞ്ഞു കുട്ടികളാകുമ്പോൾ ഒരുപാട് കൂടുതലായിട്ട് തോന്നും. അപ്പോൾ ഒരു 1.25, ഒരു 1.25 കേട്ടോ ഞാൻ ഈ വീതി എടുക്കുന്നത്. അപ്പോൾ വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ 1.5 ഇഞ്ച് മതിയാവും. ഇത് ചെറിയ കുട്ടിയായതുകൊണ്ട് ഞാനൊരു 1.25 ഇഞ്ചൊക്കെ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം അതുപോലെ ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് പോയിൻ്റ് ചെയ്തിട്ട് ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കുക. അതിനുശേഷം അതുപോലെ ഒരു എന്താ പറയുക, ഒരു റാ ഷേപ്പിൽ ഇങ്ങനെ സോഫ്റ്റായിട്ട് നമ്മൾ ഫസ്റ്റ് വരച്ച വരയ്ക്ക് ഇങ്ങനെ വളച്ചൊന്ന് വരച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വളച്ച് വരച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഇത് റെഡിമെയ്ഡൊക്കെ കിട്ടും കേട്ടോ, പക്ഷെ എന്നാലും നമ്മൾ അതിന് ചെറിയൊരു പണിയെടുക്കേണ്ടി വരും. ഇത് നമ്മൾ തന്നെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ക്ലിയർ ആക്കാം. പിന്നെ ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും, മനുഷ്യന്മാരല്ലേ, കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാളും. അതൊന്നും മൈൻഡ് ചെയ്യണ്ട, ചെറിയ തെറ്റൊക്കെ ആർക്കും പറ്റും. ചിലപ്പോൾ ഞാൻ പറയുന്ന അളവിലൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടാവും. കാരണം വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ട്. എന്ന് വെച്ചാൽ അളവുകളൊക്കെ മാറിപ്പോകും ചില സമയത്ത്. ഈ ഒരു വളവ് ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു വളവ് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒന്നുകൂടെ ക്ലിയർ ചെയ്യണം. ഇതാ പറഞ്ഞാൽ എത്ര നമ്മൾ അളവ് നോക്കിയിട്ട് കാര്യമില്ല, ലാസ്റ്റ് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റും. അതിനുശേഷം അളവൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കുക, ഇതുപോലെ വെച്ച് കൊടുത്ത് നോക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ 2 പീസ് എടുത്തിട്ട് യൂണിഫോമിൻ്റെ പീസിലോട്ട് ഇസ്തിരി ചെയ്തെടുക്കുക, അയൺ ചെയ്തെടുക്കുകയാണ് കേട്ടോ കറക്റ്റായിട്ട്. അതിനുശേഷം ഈ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക, കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. എപ്പോഴും ഞാൻ പറയാറുണ്ട്, എന്ത് കട്ട് ചെയ്യാന്നുണ്ടെങ്കിലും കുറച്ച് തോനെ തുമ്പിട്ട് കട്ട് ചെയ്തതുകൊണ്ടോ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാൽ നമുക്ക് ഇഷ്ടംപോലെ തുമ്പുണ്ടാവും ക്ലിയർ ചെയ്യാൻ. തുമ്പ് ഒട്ടുമില്ലാണ്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാളിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യം നമ്മളിതൊക്കെ കട്ട് ചെയ്തെടുക്കേണ്ടി വരും. നമ്മൾ ക്യാൻവാസ് വെച്ച പീസ് കട്ട് ചെയ്ത ശേഷം അതേ ഒരു അളവ് വെച്ചിട്ട് വേറെ ഓരോ പീസും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കോളറൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, സംശയമുള്ളവർക്ക് എൻ്റെ വീഡിയോ ഒന്ന് കയറി കണ്ടാൽ മതിയാവും. ഇതുപോലെ തുണിയിൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഇതുപോലെ കോളർ പീസ് കട്ട് ചെയ്തെടുക്കുക. സ്റ്റിച്ചിങ് വളരെ എളുപ്പമാണ്, അളവ് കറക്റ്റാണോ സ്റ്റിച്ചിങ് വളരെ എളുപ്പമാണ് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ചിങ് എന്നുള്ളത് നോക്കി നോക്കാം. ക്യാൻവാസിൻ്റെ പീസും മറ്റേ പീസും നല്ല ഭാഗം ഒരുമിപ്പിച്ച് വെക്കുക. അതിനുശേഷം ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റിൽ നമ്മളൊന്ന് കെട്ടിട്ടിട്ട് വേണം കേട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ. അതിനുശേഷം ക്യാൻവാസിനോട് ചേർന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഫുള്ളായിട്ട് ക്യാൻവാസിൻ്റെ മുകളിലോട്ട് സ്റ്റിച്ചിങ് കയറാണ്ട് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ ലാസ്റ്റിക്ക് എത്തുമ്പോൾ ഒന്ന് കെട്ടിട്ടിട്ട് സ്റ്റിച്ച് എടുക്കുക. അതിനുശേഷം എക്സ്ട്രാ വരുന്ന ഒരുപാട് തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യുക. ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് ആ ഒരു വളവ് വരുന്ന പോർഷനിലൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
അതിനുശേഷം ഈ ഒരു ഭാഗം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഈ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. ഇതുപോലെ എന്തെങ്കിലും ഈർക്കിളി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നിങ്ങൾ കുത്തിയെടുത്താൽ മതി. ഇതുപോലെ കത്രികൊക്കെ വെച്ച് കുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഓട്ടപ്പെട്ട് മുകൾക്ക് വരും കേട്ടോ. ഇതുപോലെ ഈ സൈഡ് കാണാണ്ടോ കുത്തുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതിൽ ഒരു ഉറപ്പ് പോലെ ഉണ്ട്. അപ്പോൾ നമ്മളിത് അതുപോലെ തിരിച്ചിട്ടിട്ട് ഒരുപാട് തുമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ കാണാണ്ടോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇതുപോലെ തിരിച്ചിട്ടെടുക്കുക. അതിനുശേഷം ഈ ക്യാൻവാസ് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ഫുഡ് സൈഡിൻ്റെ കറക്റ്റ് അളവിൽ നമ്മളിതാ ഇതുപോലെ 3 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കറക്റ്റാക്കിയിട്ട് തന്നെ ഫുഡ് സൈഡ് കണക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ചെറിയൊരു വളവും തിരിവൊക്കെ ഉണ്ട് ഇതിൻ്റെ കോളറ്. നമ്മൾ അത്രയും സ്കെയിൽ വെച്ച് നീറ്റാക്കി വരച്ചിട്ടും അത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം തന്നെ ഈ ഒരു ഭാഗമാണ് കേട്ടോ, ഈ ഒരു വളവ് വരുന്ന ഭാഗമല്ല, മറ്റേ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗം നമ്മളിത് അതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫുഡ് സൈഡ് കറക്റ്റാക്കി സ്റ്റിച്ച് ചെയ്യുക കേട്ടോ വക്കിന്, കാരണം ഇത് കാണുന്ന ഭാഗത്തേക്കാണ് സ്റ്റിച്ച് വരിക. അതിനുശേഷം സ്റ്റിച്ചിങ് കഴിഞ്ഞ ശേഷം നമുക്ക് ആവശ്യമില്ല സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമുള്ള തുണി അവിടെ ഇട്ടിട്ട് ബാലൻസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കി കൊടുക്കുക. അതിന് സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കട്ട് ചെയ്യരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ കോളർ പോർഷനും നമ്മൾ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ക്യാൻവാസ് വരുന്ന ഭാഗവും ക്യാൻവാസ് വരുന്ന ഇതും ഒരുമിപ്പിച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് ജോയിൻറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. കാരണം നമ്മൾ അടിയിലത്തെ തുണിയും മുകളിലത്തെ തുണിയും അതുപോലത്തെ നടുവത്തെ കോളറും ഒക്കെ കൂടെ ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു തുണിയിൽ സ്റ്റിച്ച് പെടും, ഒരു തുണിയിൽ സ്റ്റിച്ച് പെടില്ല, അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ 3 തുണിയിൽ സ്റ്റിച്ചിങ്ങിൽ പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പാക്കാം. അതിനുശേഷം ഇനി താഴെ ഭാഗത്ത് നമ്മൾ മറ്റേ പീസ് വെച്ച് കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ കെട്ടിട്ടിട്ട് ഇതുപോലെ ക്യാൻവാസിനോട് ചേർന്ന് വേണം കേട്ടോ സ്റ്റിച്ച് വരാൻ. അതിനാണ് നമ്മൾ കുറച്ച് തുമ്പ് മാറ്റിയിട്ടിട്ടുള്ളത്. ക്യാൻവാസിൻ്റെ ഒപ്പം വേണം സ്റ്റിച്ചിങ് വരാൻ. അതുപോലെ ക്യാൻവാസിൻ്റെ മുകളിൽ സ്റ്റിച്ച് കയറരുത്. എൻ്റെ കാണാണ്ടോ ക്യാൻവാസിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. ക്യാൻവാസിൻ്റെ മുകളിലോട്ട് സ്റ്റിച്ച് വരാണ്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. 2 സൈഡ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം അളവൊക്കെ കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ ചോദിച്ചാൽ ഒരിക്കലും വലിക്കരുത് കേട്ടോ. നമ്മൾ അയ്യോ സോണ്ടിട്ടൊക്കെ എന്താ പറ്റി, വലിക്കുമ്പോൾ ചേഞ്ചാൾ വരും, അളവിൽ ചേഞ്ചാൾ വരും. ബാക്ക് സൈഡിലോട്ട് ഇട്ട് കൊടുക്കുക. എക്സ്ട്രാ വരുന്ന തുമ്പുണ്ടല്ലോ അതിലൂടെ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. താഴത്തെ തുണിയോ കോളർ പോർഷനോ ഒന്നും വലിക്കരുത്. ഫ്രീ ആക്കിയിട്ടിട്ട് ഇതുപോലെ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കണം, ലാസ്റ്റിക്ക് എത്തുമ്പോൾ കോളർ കറക്റ്റായിട്ട് വരുന്നില്ല എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നല്ല സൈഡിലോട്ട് ഈ കോളർ പോർഷൻ നമ്മളൊന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് കോളർ സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. കാണാണ്ടോ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. മുകളിലൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അളവ് കറക്റ്റാണോ, നമുക്ക് കോളർ സ്റ്റിച്ച് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് കെട്ടിട്ടിട്ട് ഫുൾ റൗണ്ട് ആ ഒരു കോളർ ഫുള്ളായിട്ട് ഫുൾ റൗണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് വന്ന ശേഷം ഈ ഒരു ഭാഗം ഉള്ളിലോട്ട് ആ തയ്യൽ തുമ്പ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ വക്കിനെത്തുമ്പോൾ അവിടെ സൂചി കുത്തി നിർത്തി തിരിച്ച് ഫുൾ റൗണ്ട് നമ്മൾ പോരുക. ഇപ്പോൾ നമ്മുടെ ഷർട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. വീണ്ടും പറയാണ്, നമ്മൾ വീട്ടിലൊക്കെ കുഞ്ഞു കുട്ടികളുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ സ്റ്റിച്ചിങ് അറിയാം, കോളർ വെക്കാൻ അറിയില്ല, കൈ പിടിപ്പിക്കാൻ അറിയില്ല, അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവട്ടെ ഈ വീഡിയോ. ഒരു മാക്സിമം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. കാണാണ്ട് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്റ്റിച്ചിങ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ശ്രമിച്ച് നോക്കുക. മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുപോലെ എളുപ്പമല്ല വല്ലതും ഉണ്ടോ നോക്കി നോക്കാം. അതുപോലെ പുതിയ സ്റ്റിച്ചിങ്ങുമായിട്ട് നമുക്ക് കാണാം കേട്ടോ. ഡൗട്ട്സ് ഉള്ളവരെ എന്തായാലും മെസ്സേജ് വഴി അറിയിക്കുക. ഓക്കേ.